ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജനാസ് കിച്ചൻ. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുട്ട പൊരിച്ചത് വളരെ ഈസിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക്, അതുപോലെ തന്നെ നമുക്ക് മടിയുള്ള സമയങ്ങളിലൊക്കെ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, അതുപോലെ കുഞ്ഞ് ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്യുമെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു 4 മുട്ട പുഴുങ്ങിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിന് മാറ്റി വെക്കാം. ഒരു ബൗളെടുക്കാം. ബൗളിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറേശ്ശെ, അതായത് 1 ടേബിൾ സ്പൂണോളം മാത്രം വെള്ളം ഒഴിക്കാം. അതായത് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഒരു തിക്ക് ബാറ്ററായിട്ട് ഇതുപോലെ അധികം ലൂസായി പോകരുത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ മുട്ട, ഓരോ പുഴുങ്ങിയ മുട്ട ഇതുപോലെ ഓരോ വരയിട്ട് കൊടുക്കണം. അതായത് നമ്മൾ മസാലയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ എല്ലാ മുട്ടയും ചെയ്യുക. അപ്പോൾ നമ്മുടെ മുട്ടയിൽ നന്നായിട്ട് തന്നെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ വെക്കാം. അതിനുശേഷം നമുക്കിനി പാൻ വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യണം. ഒരു പാൻ വെച്ചിട്ട് അതിലോട്ടേക്ക് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മുടെ മസാല പുരട്ടി വെച്ചിട്ട് നമ്മുടെ എഗ്ഗ് ഓരോന്നാക്കി ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും തന്നെ നമുക്ക് തിരിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ബാക്കി വന്ന മസാലയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ഭാഗവും നമുക്കൊന്ന് തിരിച്ച് നല്ല മൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ മുട്ട, അതായത് എല്ലാ ഭാഗവും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുട്ട പൊട്ടിപ്പോകും. അതുപോലെ എല്ലാ ഭാഗവും ഇതുപോലെ മൊരിഞ്ഞ് കിട്ടണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മുട്ട പൊരിച്ചത് ഇവിടെ റെഡിയാകും. അപ്പോൾ എല്ലാ ഭാഗവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ രുചിയേറിയിട്ടുള്ള നമ്മുടെ മുട്ട പൊരിച്ചത് ഞാനിപ്പോൾ ഒരു സെർവ് പ്ലേറ്റിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് എളുപ്പത്തിലൊരു മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കും വളരെയേറെ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടി സജനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യും.